2 ദിവസം മുമ്പുള്ള ഗോസ്പലിൽ നമ്മൾ കണ്ടതാണ്, യേശുവിന് വട്ടാണെന്ന് സ്വന്തക്കാർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും പോയി യേശുവിൻ്റെ അമ്മയെ പോയി കണ്ടു. കാര്യം ഇവൻ നമ്മളാരും പറഞ്ഞാൽ കേൾക്കില്ല, ഇനി പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളേ ഉള്ളൂ, അത് അമ്മയാണ്. അതുകൊണ്ട് അവരമ്മയെ കൊണ്ടുവന്നു. അവൻ സിനഗോഗിൽ പഠിപ്പിച്ചിട്ടിരുന്നപ്പോൾ അവരമ്മയെ കാണിച്ചിട്ട് പറഞ്ഞതോ, നിൻ്റെ മോൻ അവിടെ വട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആരോ യേശുവിനോട് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും വന്നിട്ടുണ്ട്. യേശുവിന് കാര്യം പിടുത്തം കിട്ടി. കാര്യം എല്ലാവർക്കും ഇവനിപ്പോൾ വട്ടനാണല്ലോ, അതുകൊണ്ട് അമ്മ കൊണ്ടുപോകാൻ വന്നതായിരിക്കും. അവന് മനസ്സിലായി. യേശു മുമ്പിലിരുന്നവരടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ അവൻ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു, ആരൊക്കെയാണോ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവർ അവരെല്ലാവരും എൻ്റെ അമ്മയും സഹോദരന്മാരാണ്. ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അവർക്ക് മനസ്സിലായി, ഇവന് വട്ട് തന്നെയാണ്. കാര്യം അത്രയും നാളും ഇങ്ങനൊരു ചിന്ത അവർക്കില്ല. യേശു പെട്ടെന്ന് മറ്റൊരു ലോകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏത് ലോകമെന്നറിയോ? സ്വർഗരാജ്യം എന്നൊരു ലോകം. അവിടെ എല്ലാവരും സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, ഫാമിലി വലുതാണ്. ബ്ലഡ് റിലേഷനേക്കാളും ഒരു ഗോഡ് റിലേഷൻഷിപ്പ് അവിടെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ യേശു സ്വർഗത്തിൻ്റെ തലത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ മനുഷ്യർ ഭൂമിയുടെ തലത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിച്ചു. അതുകൊണ്ട് അവർ ഉറപ്പിച്ചു, ഇവന് വട്ട് തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഈ ഭൂമിയുടെ തലത്തിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴും സുബോധം തന്നെയാണ്. ആരൊക്കെയാണോ സ്വർഗത്തിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് അവർക്കെല്ലാവർക്കും വട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയിലെ വിശുദ്ധരെടുത്ത് നോക്കിയേ, അവരെല്ലാവർക്കും ഒരു 50 പൈസ കുറവ് തന്നെയാണ്. കാര്യം എല്ലാവരും സൊഫിസ്റ്റിക്കേറ്റഡായിട്ട് ജീവിച്ച സമയത്ത് അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരും ക്രിസ്തുവിനെ എതിർത്ത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് അവർ വീണ്ടും വീണ്ടും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് ജീവൻ നഷ്ടപ്പെടുത്തി. അതാണ് ക്രിസ്തുവിൻ്റെ ചിന്ത. ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നവർ അവരുടെ കണ്ണുകൾ നേരെ നോക്കില്ല, അവർ സ്വർഗത്തിലേക്ക് നോക്കും. എന്നിട്ട് സ്വർഗത്തിൻ്റെ ചിന്തകൾ ഈ ഭൂമിയിൽ ജീവിക്കും. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്, എന്നാൽ സ്വർഗത്തെ നോക്കി സ്വർഗത്തിലെ ജീവിതം ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. സ്വർഗത്ത് ജീവിച്ച് സ്വർഗത്ത് തന്നെ പുഴുവരിച്ച് പോകേണ്ട ജീവിതമല്ല നമ്മുടേത്. ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ചിന്തകൾ മാറും. സ്വർഗത്തിൻ്റെ ചിന്തകൾ ഭൂമിയിൽ ജീവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.